കഴിഞ്ഞ ദിവസം ചാലിയാറിൽ തെരച്ചിൽ നടക്കുന്നതിനിടെ ഒരു ശരീരഭാഗം കണ്ടെത്തിയത് വനംവകുപ്പ് വാച്ചറും അതുപോലെ തന്നെ ഇരുട്ടുകുത്തി കോളനിയിലെ താമസക്കാരനുമായ കുട്ടനാണ്. കുട്ടൻ ഈ ചങ്ങാടം ഉന്തി വരുന്നതിനിടയിൽ നായ്ക്കളുടെ ശബ്ദങ്ങൾ കേട്ടു. പക്ഷേ ഞാൻ ചെന്ന് നോക്കിയപ്പം മറ്റേ ബോഡിയെന്ന് എൻ്റെ ഒരു ഭാഗം മാത്രം കണ്ടിട്ടുള്ളൂ ചെറുതായിട്ട്. പിന്നെ ഞാൻ മറ്റേ സാറന്മാരുണ്ടായിരുന്നു, സാറന്മാരോട് പറഞ്ഞു. പിന്നെ ഞാനും സാറന്മാരെ കൂട്ടി കൊണ്ടുപോയി. എന്നിട്ട് ഞങ്ങൾ മറ്റേ കൈക്കോട്ടില്ലേ അങ്ങോട്ട് മാന്തി നോക്കി. അപ്പം ശരീരം തന്നെയാണ്. പിന്നെ ഇടത് കൈ മാത്രം ഇടത് കൈ മാത്രം. അത് ഇവിടുന്ന് മേലേക്ക് ഒറ്റ ഒരു കൈ മണം ഉണ്ടായിരുന്നു. മണം ഉണ്ടായിരുന്നു. പക്ഷേ ബോഡിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു, മണം ഉണ്ടായിരുന്നു. ആണിൻ്റെ കൈയാണ്? ആണിൻ്റെ ആയിരിക്കും. നല്ല നീളം ഉണ്ടായിരുന്നുണ്ട്. ഇത് പുതിയതായിട്ട് ആ ഭാഗത്തെല്ലാം ഒരു മണൽത്തിട്ട ഉണ്ടായിട്ടുണ്ടല്ലോ. അതപ്പം മറ്റേ മഴ പെയ്തിട്ട് അങ്ങനെ കണ്ടതായിരിക്കും. പുഴയുടെ പല ഭാഗത്തും ഇതേ രീതിയിൽ പുതിയ മണൽത്തിട്ടുണ്ട്. അതിനകത്ത് ഇങ്ങനെ മൃതദേഹം ഉണ്ടോന്നൊരു സംശയമുണ്ട്. സംശയം ഉണ്ടാവും. മണം നീ മണക്കണം എന്നാലും അറിയും. ഇന്നലെ ചങ്ങാടത്തിൽ ഇങ്ങനെ വരുമായിരുന്നു അല്ലേ? ഞാൻ പറഞ്ഞ ചങ്ങാടത്തിൽ. പക്ഷേ ഞാൻ മറ്റേ കഞ്ഞി കുടിക്കാൻ വേണ്ടി പോയപ്പോൾ പട്ടികളെ ശബ്ദം കേട്ടു. അങ്ങനെയാണ്. നിങ്ങൾ ഈ തിരച്ചിലിൻ്റെ ഭാഗമായിട്ട് പോകാറുണ്ടോ? വനത്തിനകത്ത് പോകാറുണ്ടോ? ഇല്ലല്ല, ഞങ്ങൾ ഇവിടെ തന്നെയാണ്. പക്ഷേ ഞങ്ങൾ മറ്റേ ബസ്സിൽ പ്രളയം വന്നപ്പോൾ മൊത്തം ബോഡി കണ്ടെത്തും ഞങ്ങൾ തന്നെ. ഞങ്ങൾ കോളനിക്കാരാണ്. ആദ്യം ഈ ഉരുൾപൊട്ടൽ ഫസ്റ്റ് ഉണ്ടല്ലേ? പിന്നെ ഞങ്ങൾ സാറന്മാരുണ്ടായിരുന്നു. സാറന്മാർ പിന്നെ മറ്റേ പുറത്തേക്ക് വിളിച്ച് പറഞ്ഞു. കുട്ട നൽകുന്ന വിവരപ്രകാരം ഇന്നലെ ഇവിടെ ഒരു പുതിയ മണൽത്തിട്ട രൂപപ്പെട്ടിരുന്നു. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു മൃതദേഹം കണ്ടെത്തി. ആ ഭാഗത്ത് ഇന്നലെ നായ്ക്കളുടെ ശബ്ദം കേട്ട് കുട്ടൻ ഈ ചെങ്ങാടത്തിൽ വരുന്ന സമയത്ത് തിരച്ചിൽ നടത്തുകയായിരുന്നു. അപ്പോഴാണ് ശരീരഭാഗം കണ്ടെത്തുകയും ഉടൻ തന്നെ ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഉദ്യോഗസ്ഥരും അറിയിച്ചിട്ടുള്ളത് പുഴയുടെ കരകളിൽ രൂപപ്പെട്ടുള്ള പുതിയ മണൽത്തിട്ടകളുണ്ട്. അതിൻ്റെ ഉള്ളിൽ മൃതദേഹങ്ങൾ കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യത അധികമാണ്. ഏതായാലും ആ പ്രദേശത്ത് കൂടി ഈ തെരച്ചിൽ ശക്തമാക്കാനുള്ള തീരുമാനത്തിലാണ് ഉദ്യോഗസ്ഥർ ഉള്ളത്. ഇന്ന് വലിയ ഒരു സന്നദ്ധ പ്രവർത്തകരുടെ എല്ലാം വലിയൊരു സംഘം തന്നെ ഈ ചാലിയാറിൻ്റെ തീരങ്ങളിലേക്ക് ഈ തെരച്ചിലിന് വേണ്ടി എത്തിയിട്ടുണ്ട്. നിലവിൽ 8 മണിയോടുകൂടി തന്നെ ചാലിയാറിൻ്റെ തീരത്ത് തിരച്ചിലും ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും പരപ്പൻപാറ വരെ 12 കിലോമീറ്റർ പരിധിയിലാണ് ഇന്ന് തെരച്ചിൽ നടക്കുന്നത്. കൂടുതൽ മൃതദേഹങ്ങളോ ശരീരഭാഗങ്ങളോ കണ്ടെത്താൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയിലാണ് ഇവിടെയുള്ള ഉദ്യോഗസ്ഥരും സന്നദ്ധ പ്രവർത്തകരും അതുപോലെ തന്നെ തിരച്ചിലിനെത്തിയിട്ടുള്ള മറ്റ് സേനാംഗങ്ങളും. വീഡിയോ ജേർണലിസ്റ്റ് വിനു സിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം.